എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച വിവാദ പ്രാസംഗികൻ സാക്കിർ നായിക്ക് മലേഷ്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അഭയം പ്രാപിച്ചതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിലെത്തിയിട്ട് മുൻ പ്രസിഡന്റ് നവാസ് ഷെരീഫിനെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള മുഖ്യമന്ത്രിയെയും കണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. ഈ സുഡാപ്പി സാക്കിർ നായിക് എന്ന സുഡാപ്പി സംസാരിച്ചു എന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു. അതായത് മലേഷ്യ ഏത് നിമിഷം തന്നെ ഇന്ത്യക്ക് കൈമാറുമെന്നും തനിക്ക് ഇവിടെ അഭയം തരണമെന്നുമാണ് നവാസ് ഷെരീഫിൻ്റെ അടുത്ത് ഈ സാക്കിർ നായിക് എന്താണ് അഭയം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക കാലഘട്ടം നമുക്കറിയാം, ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ അജ്ഞാതൻ വിളയാടുന്ന സമയമാണ്. ഓരോ ദിവസം ഓരോരാളെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 90 പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂജ് ലിബറേഷൻ ആർമി തകർത്തിരിക്കുന്നത്. അതിന് പിന്നിലും ഇന്ത്യയുടെ കരങ്ങൾ ഉണ്ടാവാതിരിക്കാം. എന്ത് തന്നെയായാലും അതിന് മുന്നേ തന്നെ അവിടെ എന്താണ് പാകിസ്ഥാനിലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ ജലം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് അബൂ ഖാത്തലിനെയും, അതായത് ഹഫീസ് സയ്യിദിൻ്റെ മരുമകനായ അബൂ ഖാത്തലിനെ എന്താ പറയുക അജ്ഞാതൻ 14 ബുള്ളറ്റുകൾ വെച്ചാണ് തീർത്തത്. അവൻ്റെ തലയിൽ മാത്രം 14 ബുള്ളറ്റുകൾ കയറ്റിയിട്ടാണ് കൊന്നത്. അപ്പോൾ ഈ അറ്റാക്കിൽ ഹഫീസ് സയ്യിദിനും 4-5 വെടികൾ കൊണ്ടുവന്നും ഹഫീസ് സയ്യിദ് ഇപ്പോൾ എന്താ പറയുക ലാഹോറിലുള്ള ഒരു ഹോസ്പിറ്റൽ ICU ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ചില അറബ് മാധ്യമങ്ങളൊക്കെ ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സാക്കിർ നായിക്ക് പാകിസ്ഥാൻ അഭയം തേടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അജ്ഞാതന്മാർക്ക് എളുപ്പമായി, ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഈ സാക്കിർ നായിക്ക് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ തേടി ഒഫീഷ്യലി മലേഷ്യ തന്നെ ഇന്ത്യക്ക് കൈമാറിയില്ലെങ്കിൽ മലേഷ്യയിൽ വെച്ച് താൻ കൊല്ലപ്പെടും എന്നുള്ളൊരു വിവരം ഈ സുഡാപ്പിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1-2 മാസങ്ങൾക്ക് മുന്നേ, അതായത് ഈ റംസാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ എന്താ പറയുക അജ്ഞാതൻ കയറി പൂണ്ട് വിളയാടാൻ തുടങ്ങിയത് പാകിസ്ഥാനിൽ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ സാക്കിർ നായിക്ക് ഇവിടത്തേക്ക് അഭയം തേടി, പാകിസ്ഥാനിൽ അഭയം തേടി. ഒരു ചൊല്ലുണ്ടല്ലോ, പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് അവിടുന്ന് മലേഷ്യയിൽ നിന്ന് സുരക്ഷിതമായ ഒരു താവളത്തിലായിരുന്നു. അവിടെ വന്ന് അജ്ഞാതൻ തന്നെ വെടിവെച്ച് കൊല്ലും എന്നുള്ള വാർത്ത കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ പാകിസ്ഥാനിൽ അഭയം തേടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു അവസ്ഥ തുടരുകയാണെങ്കിൽ അജ്ഞാതൻ ഈ സാക്കിർ നായിക്കിനും തീർക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. 2016 ഇന്ത്യ എന്താ പറയുക NIA ഇന്റർപോളിനടുത്ത് റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു, അതായത് കൈമാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പ്രോപ്പർ സോളിഡ് എവിഡൻസ് ഇന്ത്യക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണമാണ് എന്താ പറയുക ഈ സാക്കിർ നായിക്കിനെ മലേഷ്യ കൈമാറാഞ്ഞത്. ഈ ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലുണ്ട്. അതായത് വിദ്വേഷ പ്രസംഗം, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം പ്രൊമോഷൻ, ഇങ്ങനെയുള്ള പല കേസുകളും ഇദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ എന്താ പറയുക അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാഞ്ഞത്. മലേഷ്യ ഈ സുഡാപ്പിക്ക് അഭയം കൊടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതായത് പീസ് TV പോലുള്ള കാര്യങ്ങളായിട്ട് എന്താ പറയുക മൊത്തം നിറഞ്ഞു ചാനലിലൂടെയൊക്കെ. ഈ പീസ് TVയുടെ സ്ഥാപകനാണ്, അതായത് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ, പീസ് TV 2 എന്താ പറയുക ഇതിൻ്റെയും സ്ഥാപകനാണ് ഈ സാക്കിർ നായിക്ക്. ഈ സാക്കിർ നായിക്കിന് ഇന്ത്യയിൽ തീവ്രവാദം വളർത്തുന്നതിൽ നല്ലൊരു പങ്കുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഒരുപാട് തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച ഒരു സാധനമായിരുന്നു. നമ്മുടെ കേരളത്തിലെ അബ്ദുൽ നാസർ മദനി ആയിരുന്നു കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ എന്ന് പറയുന്ന ഒരു ഗോഡ് ഫാദർ. കേരളത്തിലെ യുവാക്കളുടെ തീവ്രവാദം വിഷം കുത്തിവെച്ചത് അബ്ദുൽ നാസർ മദനി ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ മൊത്തം കുറേ ഇപ്പം ബംഗ്ലാദേശിലും അങ്ങനെ പാകിസ്ഥാനിലും എവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പീസ് ചാനൽ എന്താ പറയുക ഓടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ എന്താ പറയുക ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ അദ്ദേഹം മൊത്തം തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകിയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയതിന് ശേഷം മലേഷ്യയിൽ നിന്നും ഇവിടെയൊക്കെ എന്താ യൂട്യൂബിലൂടെ അതിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സുഡാപ്പി നിരന്തരം ഇങ്ങനെ തീവ്രവാദ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കുറച്ച് വർഷം, ഏകദേശം 1.5 വർഷം മുന്നേ ഈ സുഡാപ്പി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താമസിക്കാൻ സുഖ സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലം കേരളമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വെച്ച് പിടിക്കുക. പ്രത്യേകിച്ച് UP, ബീഹാർ, ബംഗാൾ ഇവിടേക്കുള്ള മുസ്ലിങ്ങളെ എത്രയും പെട്ടെന്ന്, അവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളാണ് കേട്ടോ, അവന്മാരോടൊക്കെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വിട്ടോ. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു തരും. അവിടെ നിങ്ങൾക്ക് എന്താ പറയുക നമ്മളെ മതം പ്രചരിപ്പിക്കാനും മതം പഠിക്കാനും മതം ഫോളോ ചെയ്യണം, മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിട്ടോ അങ്ങോട്ടേക്ക്. അത് സ്വർഗ്ഗമാണെന്ന രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു. ഏകദേശം 1-2 വർഷം മുന്നേ ഒരു യൂട്യൂബ് വീഡിയോ വഴി അദ്ദേഹം ഈ സുഡാപ്പി എന്താ പറയുക യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, അതായത് അജ്ഞാതൻ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നോമ്പിന് കുറച്ച് ദിവസം കൂടി ഉണ്ട്. അതിനിടയിൽ സുപ്രധാനപ്പെട്ട പല ആൾക്കാരെയും തീർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ. കഴിഞ്ഞ ദിവസം 90 പേരെ കൊന്നു, ഇങ്ങനെ അബൂ ഖാത്തലിനെ കൊന്നു, പിന്നെ വേറൊരുത്തന്നെ തട്ടി. അപ്പോൾ ഇങ്ങനെ അജ്ഞാതൻ വിളയാടുകയാണ്. അപ്പോൾ സുരക്ഷിതമായ മലേഷ്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തി അഭയം തേടിയ ഈ സാക്കിർ നായിക്കുന്ന സുഡാപ്പിയും അജ്ഞാതൻ വിടാതെ പിന്തുടരുന്നുണ്ട്. ഏത് നിമിഷം നമുക്കൊരു നല്ല വാർത്ത പ്രതീക്ഷിക്കാം. ഇനി എന്താ പറയണ്ടേ, ഈ സുഡാപ്പിയെ എന്താ പറയണ്ടേ വിട്ടുകിട്ടി ജീവനോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്ത് തന്നെയായാലും എന്താ പറയുക അജ്ഞാതൻ പുറകെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉടൻ തന്നെ നമുക്കൊരു വാർത്ത പ്രതീക്ഷിക്കാം. അതായത് ഈ സുഡാപ്പി തട്ടിപ്പോയി അജ്ഞാതൻ സാക്കിർ നായികിനെ തട്ടി എന്നുള്ള ഒരു വാർത്ത നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.